സുഹൃത്തുക്കളെ, നിങ്ങളീ കണ്ടുകൊണ്ടിരിക്കുന്ന ഫെൻസിങ് കണ്ടോ? ഇതാണ് ഹാങ്ങിങ് ഫെൻസിങ്. ഇത് കണ്ടോ, ഈ കമ്പി ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്ന കണ്ടോ? ഇതിങ്ങനെ തറയിൽ മുട്ടത്തില്ല, ഇങ്ങനെ തൂങ്ങിക്കിടക്കും. ഇവിടെയുള്ള ഫെൻസിങ് കംപ്ലീറ്റ് ഇങ്ങനത്തെ ഫെൻസിങ് ആണ് കേട്ടോ. ഈ ഫെൻസിങ് മെയിനായിട്ട് ഇങ്ങനത്തെ വനങ്ങളല്ലേ, അപ്പുറം ഇപ്പുറം വനമല്ലേ, അതിനകത്തൂടെയാണ് ഈ ട്രെയിനൊക്കെ പോകുന്നത്. അപ്പം ഇതുപോലുള്ള സ്ഥലങ്ങളിൽ ആന ഇപ്പുറത്ത് കടക്കാതിരിക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു സംഭവമാണ് ഹാങ്ങിങ് ഫെൻസിങ്. നമുക്ക് കാണാം, എന്ത് മനോഹരമാണെന്നറിയോ കാട്ടിക്കൂടെ പോകുന്ന ട്രെയിൻ. വാവ്, സൂപ്പർ. രണ്ട് സൈഡും വനം. വേഗത കുറച്ചാണെന്ന് തോന്നുന്നു ഈ റൂട്ടിൽ കൂടെ പോകുന്നത്. എനിക്കറിയത്തില്ല, ഞാൻ ഇതുവഴി ആദ്യമായിട്ടാണ് പോകുന്നത്. അപ്പോൾ വേഗത കുറച്ച് പോകുന്നത് വന്യമൃഗങ്ങളുടെ സാന്നിധ്യം ഉള്ളത് കൊണ്ടായിരിക്കാം, എനിക്കറിയത്തില്ല കേട്ടോ. വ്യൂഹം വെച്ച് ഞാൻ പറയുക. അതോ ട്രെയിൻ ഇങ്ങനെ പതുക്കെയാണോ, ഇപ്പോഴത്തെ ഒരു സമയക്രമീകരണത്തിന് പതുക്കെ പോവുകയാണോ എന്താണെന്ന് അറിയത്തില്ല. ഇത് കണ്ടോ, ഇവിടെ ഫെൻസിങ് അല്ല കേട്ടോ. ഞാൻ നിങ്ങളെ ഹാങ്ങിങ് ഫെൻസിങ് കാണിച്ചു തരാം കേട്ടോ. ഇത് തേക്ക് തോട്ടമാണ്, ഇതും തേക്ക് തോട്ടമാണ് കേട്ടോ. ഇത് തേക്ക് തോട്ടം. അതേണ്ട ഹാങ്ങിങ് ഫെൻസിങ് വേണ്ടാണ്ടോ താഴെ കണ്ടോ. ഇതിങ്ങനെ സ്പ്രിങ് പോലെ തൂങ്ങിക്കിടക്കും. ഇതേ കണ്ടോ, ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നുണ്ടോ. ഇത് കണ്ടോ. ഇതാണ് ഹാങ്ങിങ് ഫെൻസിങ്. ഇത് പല ടൈപ്പ് ഫെൻസിങ് ഉണ്ട്. ഇത് ഒരു ഫെൻസിങ് ആണ്. ഇത് ഇങ്ങനെ തൂങ്ങിക്കിടക്കും. ഇതിൽ പിന്നെ ഇതുകൊണ്ട് ഇതുകൊണ്ട് ലങ്കൂർ. ഇവിടുത്തെ ഒക്കെ ഫലപ്രദമായ ഫെൻസിങ് ഇത്തരത്തിലുള്ള ഫെൻസിങ് ആണ് കേട്ടോ. നമ്മുടെ നാട്ടിലൊക്കെ ഫെൻസിങ് മറ്റേ രീതിയിലുള്ളതില്ലേ, എന്തുവാ ആ ടൈപ്പ് ഫെൻസിങ്ങിൻ്റെ പേരെനിക്കറിയത്തില്ല. പക്ഷെ വേറൊരു ടൈപ്പ് ഉണ്ടല്ലോ, നമ്മളിങ്ങനെ ക്രോസ് ആയിട്ടുള്ള ആ ടൈപ്പ് ഫെൻസിങ് ആണ് അവിടെയൊക്കെ ഉള്ളത്. ഇവിടെ ഹാങ്ങിങ് ഫെൻസിങ് ആണുള്ളത്. അതുകൊണ്ടോ. അപ്പോൾ ആനയ്ക്ക് ഇങ്ങോട്ട് ക്രോസ് ചെയ്യാൻ പറ്റത്തില്ല. ആന ഇത് തട്ടുമ്പോൾ തന്നെ കരണ്ടടിച്ച് പുറകോട്ട് അങ്ങ് പോകും. ചെയ്തുണ്ടോ.